തിരുവനന്തപുരം നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പാർവതി പുത്തനാറിന്റെ ശാന്തമായ തീരത്ത് ആത്മീയതയുടെയും വിശ്വാസത്തിന്റെയും കേദാരമായി നിലകൊള്ളുന്ന മഹാക്ഷേത്രമാണ് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. അനന്തപുരിയുടെ കാവൽ ദൈവമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വെറും 5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ദേവീ സന്നിധി നീതിയുടെയും സത്യത്തിന്റെയും അവസാന അഭയകേന്ദ്രമായാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. സത്യത്തിന് സാക്ഷിയായ ക്ഷേത്രമെന്ന വിശേഷണം ഈ ക്ഷേത്രത്തിന് വെറുതെ ലഭിച്ചതല്ല. നൂറ്റാണ്ടുകളായി പതിനായിരക്കണക്കിന് മനുഷ്യരുടെ സങ്കടങ്ങൾക്കും തർക്കങ്ങൾക്കും ദൈവീകമായ പരിഹാരം കണ്ട ഇടമാണിത്. കേരളീയ ക്ഷേത്ര സങ്കല്പങ്ങളിൽ അതീവ പ്രാധാന്യമുള്ളതും 600 വർഷത്തിലേറെ പഴക്കമുള്ളതുമായ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം, ഐതിഹ്യം, ആചാരാനുഷ്ഠാനങ്ങൾ, സാമൂഹിക പ്രസക്തി എന്നിവയിലൂടെയുള്ള ഒരു തീർത്ഥയാത്രയാണിത്. സൂര്യോദയത്തിന് മുൻപേ ഉണരുന്ന കരിക്കകത്തിന്റെ പ്രഭാതങ്ങൾ ഭക്തി നിർഭരമാണ്. പാർവതി പുത്തനാറിലെ ഓളങ്ങളിൽ പുലർവെളിച്ചം തട്ടി പ്രതിഫലിക്കുമ്പോൾ ക്ഷേത്രത്തിലെ വലിയ മണികളിൽ നിന്നുള്ള നാദം അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിക്കുന്നു. കരിങ്കല്ലിൽ കൊത്തിയെടുത്ത തൂണുകളും വെണ്ണീറണിഞ്ഞ നടപ്പാതകളും ഭക്തരെ വരവേൽക്കുന്നു. ചുറ്റമ്പലത്തിനുള്ളിൽ നിന്നുയരുന്ന ശംഖനാദവും മണിമുഴക്കങ്ങളും ആത്മീയതയുടെ ഒരു പുതിയ ലോകത്തേക്ക് നമ്മെ ആനയിക്കുന്നു. ഇവിടെ വായുവിൽ പോലുമുണ്ട് ഒരു നിഗൂഢമായ ഗാംഭീര്യം. അത് സത്യത്തിന്റെയും നീതിയുടെയും കാവൽക്കാരിയായ ചാമുണ്ഡി ദേവിയുടെ സാന്നിധ്യമാണെന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറായാണ് കരിക്കകം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിരമണീയമായ ഈ പ്രദേശം ഒരു കാലത്ത് ഇടതൂർന്ന പച്ചപ്പും കായലോരങ്ങളും നിറഞ്ഞതായിരുന്നു. ടിപ്പു സുൽത്താന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ തിരുവിതാംകൂർ രാജാക്കന്മാർ നിർമ്മിച്ച പാർവതി പുത്തനാറിന്റെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നത് ഇതിന്റെ ചരിത്രപരമായ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. പ്രകൃതിയും ആത്മീയതയും ഇഴചേർന്ന ഈ അന്തരീക്ഷമാണ് കരിക്കകത്തെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. കരിക്കകം ക്ഷേത്രത്തിന് ഐതിഹ്യപ്രകാരം ഏറെക്കുറെ 600 വർഷത്തെ പഴക്കം പറയപ്പെടുന്നു. ഒരു വേദപണ്ഡിതനായ ഒരു ബ്രാഹ്മണാചാര്യൻ്റെ ഉപാസനാമൂർത്തിയായിരുന്ന ദേവിയെ മടത്ത് വീട്ടിലെ തറവാട്ടിലെ യോഗിവര്യന് തന്ത്രിവര്യന് ഉപദേശിച്ച് കൊടുക്കുകയും ദേവിയുടെ ഉപാസിക്കാൻ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബാലികാരൂപത്തിലാണ് ദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ച് പച്ചപ്പന്തൽ കെട്ടി പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വന്നിരുന്നു. പിൽക്കാലത്ത് ദേവപ്രശ്ന വിധി പ്രകാരം പഞ്ചലോഹ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ഒരു ദേവിയെ തന്നെ 3 രീതിയിൽ, അതായത് ചാമുണ്ഡി ദേവി, രക്തചാമുണ്ഡി, ബാലചാമുണ്ഡി എന്ന തുല്യ പ്രാധാന്യത്തിൽ 3 ശ്രീകോവിൽ ആരാധിക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് കരിക്കകം ചാമുണ്ഡി ക്ഷേത്രം. കരിക്കകം ക്ഷേത്രത്തിന്റെ ഉദ്ഭവം ഒരു ഗുരുശിഷ്യ ബന്ധത്തിന്റെ പവിത്രതയിലും ദേവിയുടെ ബാലികാരൂപത്തിലുള്ള ലീലാവിലാസങ്ങളിലും അധിഷ്ഠിതമാണ്. തലമുറകളായി കൈമാറി വന്ന വിശ്വാസങ്ങളും ജ്യോതിഷ പണ്ഡിതന്മാരുടെ കണ്ടെത്തലുകളും വിരൽ ചൂണ്ടുന്നത് 6 നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ്. ഐതിഹ്യമനുസരിച്ച് വനശൈലാദ്രിയിൽ വസിച്ചിരുന്ന ദേവിയെ ഉപാസിച്ചിരുന്നത് വേദശാസ്ത്രങ്ങളിൽ അതീവ പാണ്ഡിത്യമുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണാചാര്യനായിരുന്നു. തന്റെ കാലശേഷം ദേവിയുടെ ഉപാസന മുടങ്ങരുതെന്നാഗ്രഹിച്ച ആ തന്ത്രിവര്യൻ തന്റെ ശിഷ്യനും മടത്തുവീട് തറവാട്ടിലെ കാരണവരുമായ ഒരു യോഗിവര്യനെ ദേവിയെ ഉപാസിക്കാൻ ചുമതലപ്പെടുത്തി. ഗുരുവിന്റെ ഉപദേശം ശിരസാ വഹിച്ച് യോഗിക്ക് മുന്നിൽ ദേവി ഒരു ബാലികയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തോടൊപ്പം യാത്ര തിരിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ആ യാത്ര അവസാനിച്ചത് കരിക്കകം എന്ന പുണ്യഭൂമിയിലാണ്. തറവാട്ടുമുറ്റത്ത് പച്ച പന്തൽ കെട്ടി യോഗിവര്യൻ ദേവിയെ കുടിയിരുത്തി. പിന്നീട് ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം വിധിപ്രകാരമുള്ള ക്ഷേത്രം പണി കഴിപ്പിക്കുകയും പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അന്ന് ആ ബാലികാരൂപത്തിലെത്തിയ ദേവി ഇന്ന് ത്രിഗുണാത്മികയായി, അതായത് സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളോടെ ഭക്തലക്ഷങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നു. കരിക്കകം ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദേവിയെ 3 വ്യത്യസ്ത ഭാവങ്ങളിൽ 3 വ്യത്യസ്ത ശ്രീകോവിലുകളിലായി ഓരോ പ്രാധാന്യത്തോടെ ആരാധിക്കുന്നു എന്നതാണ്. ചാമുണ്ഡി, രക്തചാമുണ്ഡി, ബാലികാ ചാമുണ്ഡി എന്നിങ്ങനെ 3 ഭാവങ്ങളിലാണ് അമ്മ ഇവിടെ കുടികൊള്ളുന്നത്. കേരളത്തിൽ ഇത്തരത്തിൽ ദേവീ സങ്കല്പത്തെ 3 ഭാവങ്ങളിൽ ആരാധിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് കരിക്കകം. ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിൽ കുടികൊള്ളുന്നത് ശ്രീ ചാമുണ്ഡി ദേവിയാണ്. ഒരു കാലത്ത് വെള്ളി മുഖത്തോടു കൂടിയ കലമാൻ കൊമ്പിൻ പീഠത്തിൽ മാത്രമായിരുന്നു ഇവിടെ പ്രതിഷ്ഠയുണ്ടായിരുന്നത്. എന്നാൽ കാലഘട്ടത്തിന്റെ മാറ്റത്തിനൊപ്പം ഭക്തരുടെ ആഗ്രഹപ്രകാരവും ദേവപ്രശ്നവിധി അനുസരിച്ചും 1997 മാർച്ച് 21 ഇവിടെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി.
തച്ചുശാസ്ത്ര വിധി പ്രകാരം പഴയ ശ്രീകോവിലിന്റെ അതേ അളവിലാണ് പുതിയ ശ്രീകോവിലും നിർമ്മിച്ചിരിക്കുന്നത്. നിത്യശാന്തിക്കും മാറാരോഗങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും പരിഹാരം തേടി ഭക്തർ പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ നടയെയാണ്. 13 വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായി ഇവിടെ എത്തി രക്തപുഷ്പാർച്ചന നടത്തുന്നത് കാര്യസാധ്യത്തിന് ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പഞ്ചാമൃതാഭിഷേകം, പൗർണമി പൂജ, പിടിപ്പണം വാരൽ തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. കരിക്കകം ക്ഷേത്രത്തെ സത്യത്തിനു സാക്ഷിയായ ക്ഷേത്രമെന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഉഗ്രസ്വരൂപിണിയായ ശ്രീ രക്തചാമുണ്ടിയുടെ സാന്നിധ്യമാണ്. പ്രധാന ശ്രീകോവിലിന് തൊട്ടു വലതുവശത്തായാണ് രക്തചാമുണ്ടി നട സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വിഗ്രഹപ്രതിഷ്ഠയില്ല, മറിച്ച് രൗദ്രഭാവത്തിലുള്ള ദേവിയുടെ ചുവർചിത്രമാണ് ആരാധിക്കപ്പെടുന്നത്. കരിക്കകം ശ്രീചാമുണ്ഡി ക്ഷേത്രത്തിലെ ആചാരങ്ങളും വഴിപാടുകളും വെറും ചടങ്ങുകളല്ല, മറിച്ച് ഭക്തനും ദൈവവും തമ്മിലുള്ള ആത്മീയമായ ഒരു വിനിമയമാണ്. ഭക്തരുടെ മനമറിഞ്ഞ് അനുഗ്രഹം ചൊരിയുന്ന അമ്മയ്ക്ക് ഓരോ നടയിലും സവിശേഷമായ വഴിപാടുകളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഭക്തന്റെ ഓരോ ആവശ്യത്തിനും അനുയോജ്യമായ ഭാവത്തിൽ അമ്മ ഇവിടെ വിളങ്ങുന്നു. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ക്ഷിപ്രപ്രസാദിനിയായ ദേവിയായാണ് രക്തചാമുണ്ഡി അറിയപ്പെടുന്നത്. ശത്രുദോഷം, ക്ഷുദ്രപ്രയോഗങ്ങൾ, കണ്ണിദോഷം, തൊഴിൽ തടസ്സങ്ങൾ എന്നിവ മാറാൻ ഭക്തർ ഈ നടയിൽ അഭയം തേടുന്നു. ശത്രുസംഹാര പൂജയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. രാജഭരണകാലം മുതൽക്കേ കരിക്കകം ക്ഷേത്രം ഒരു നീതി നിർവഹണ കേന്ദ്രമായിരുന്നു. കോടതികൾക്കും പോലീസിനും തെളിയിക്കാൻ കഴിയാത്ത കേസുകൾ, കള്ളവും ചതിയും നിറഞ്ഞ തർക്കങ്ങൾ എന്നിവ ശ്രീ രക്തചാമുണ്ടിയുടെ നടയിൽ വെച്ച് സത്യം ചെയ്തു തീർപ്പാക്കുന്ന രീതി ഇന്നും നിലനിൽക്കുന്നു. അന്ന് രാജാവിന്റെ കൽപ്പന പ്രകാരം കുറ്റവാളികളെ കൊണ്ട് ഇവിടെ സത്യം ചെയ്യിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഭക്തർ സ്വമേധയാ തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാനും നഷ്ടപ്പെട്ട മുതൽ തിരികെ കിട്ടാനും പണമിടപാടുകളിലെ ചതികൾ പുറത്തു കൊണ്ടുവരാനും ഇവിടെ എത്തുന്നു. 151 രൂപ പിഴയടച്ച് നട തുറന്ന് സത്യം ചെയ്യുമ്പോൾ അത് ലംഘിക്കുന്നവർക്ക് ദേവിയുടെ ശിക്ഷ ലഭിക്കുമെന്നത് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്ന സത്യമാണ്. പണ്ട് രാജകൊട്ടാരത്തിൽ നിന്നും കളവുപോയ അമൂല്യ വസ്തുക്കൾ തിരികെ ലഭിച്ചതും അതിനു പകരമായി രാജാവ് ക്ഷേത്രത്തിൽ അടക്കിക്കൊട മഹോത്സവം നടത്തിയതും ചരിത്രത്തിന്റെ ഭാഗമാണ്. രക്തചാമുണ്ഡി നടയുടെ വലതുവശത്തായി ശാന്തസ്വരൂപിണിയായ ശ്രീ ബാലചാമുണ്ഡി കുടികൊള്ളുന്നു. ചണ്ടമുണ്ടന്മാരെ നിഗ്രഹിച്ച ശേഷം കോപം ശമിച്ച് ശാന്തയായിരിക്കുന്ന ദേവിയുടെ ഭാവമാണിത്. ഇവിടെയും ചുവർചിത്രമാണ് ആരാധനാമൂർത്തി. കുട്ടികൾക്കും സ്ത്രീകൾക്കും ഏറ്റവും പ്രിയപ്പെട്ട നടയാണിത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ബാലരൂപത്തിലുള്ള സങ്കല്പമായതിനാൽ കുട്ടികളുടെ രോഗങ്ങൾ മാറാനും വിദ്യാഭിവൃദ്ധിക്കും സന്താനഭാഗ്യമില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാകാനും ഈ നടയിൽ പ്രാർത്ഥിക്കുന്നത് ഫലസിദ്ധി ഉണ്ടാക്കും. തൊട്ടിലും കുഞ്ഞും, കളിപ്പാട്ടങ്ങൾ, കുഞ്ഞൂണ്, തുലാഭാരം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. വിദ്യാർത്ഥികൾ പരീക്ഷാ വിജയത്തിനും കലാകായിക രംഗത്തെ ഉയർച്ചയ്ക്കും വേണ്ടി ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നു. കൂടാതെ ശാസ്താവ്, ഗണപതി, നാഗരാജാവ്, യോഗീശ്വരൻ തുടങ്ങിയ ഉപദേവതകളും ഈ സങ്കേതത്തിൽ കുടികൊള്ളുന്നു. മീനമാസത്തിലെ മകം നക്ഷത്രത്തിലാണ് കരിക്കകത്തമ്മയുടെ തിരുവുത്സവം കൊടിയേറുന്നത്. ക്ഷേത്രത്തിലെ ഉത്സവം വെറുമൊരു ആഘോഷമല്ല, മറിച്ച് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ഭക്തർ ഒത്തുചേരുന്ന ഒരു മഹോത്സവമാണ്. കരിക്കകം ക്ഷേത്രത്തിലെ അന്നദാനം പ്രസിദ്ധമാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കല്യാണ സദ്യയെ വെല്ലുന്ന രുചിയോടും ചിട്ടയോടും കൂടിയാണ് ഇവിടെ അന്നദാനം നടക്കുന്നത്. ഉത്സവത്തിൻ്റെ ആദ്യ 5 ദിവസങ്ങളിൽ 18 ഇനം വിഭവങ്ങളോടുകൂടിയ സദ്യ ഭക്തർക്ക് നൽകുന്നു. പഴം, പായസം, ബോളി തുടങ്ങിയ വിഭവങ്ങൾ അടങ്ങിയ ഈ സദ്യ കഴിക്കാൻ ദിവസവും 20,000-ഓളം ഭക്തർ എത്തുന്നു എന്നത് ഇതിൻ്റെ മഹത്വം വിളിച്ചോതുന്നു. ജാതിമതഭേദമന്യേ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ദേവിയുടെ പ്രസാദമായി ഈ അന്നം കഴിക്കുന്നു. ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ യജ്ഞത്തിൽ അന്നദാനം മഹാദാനം എന്ന സന്ദേശം പ്രാവർത്തികമാകുന്നു. മീനമാസത്തിലെ മകം നക്ഷത്രത്തിൽ നടക്കുന്ന പൊങ്കാല അതിവിശിഷ്ടമാണ്. പണ്ട് ദേവി ബാലികയായി വന്നപ്പോൾ തറവാട്ടുമുറ്റത്ത് സ്ത്രീകൾ മൺകലങ്ങളിൽ പായസം വെച്ച് നൽകിയതിന്റെ സ്മരണയായാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ലക്ഷക്കണക്കിന് സ്ത്രീകൾ ക്ഷേത്ര പരിസരത്തും വഴിയോരങ്ങളിലും നിരന്നുനിന്ന് ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നു. ഉച്ചയ്ക്ക് ദേവിയുടെ ഉടവാൾ എഴുന്നള്ളിച്ച് തർപ്പണം ചെയ്യുന്നതോടെ പൊങ്കാല ചടങ്ങുകൾ പൂർത്തിയാകുന്നു. ബാലികാരൂപത്തിൽ ദേവി എത്തിയതിന്റെ ഓർമ്മയ്ക്കായി ഉത്സവനാളുകളിൽ ബാലികമാർ താലപ്പൊലിയേന്തി ദേവിയെ എതിരേൽക്കുന്ന ചടങ്ങ് നയന മനോഹരമാണ്. ദേവിയുടെ പ്രീതിക്കായി ആയിരക്കണക്കിന് പെൺകുട്ടികളാണ് വരിവരിയായി താലപ്പൊലിയുമായി നീങ്ങുന്നത്.
ഉത്സവത്തിന്റെ സമാപനം കുറിക്കുന്നത് ഗുരുസിയോടുകൂടിയാണ്. താഴപൂജയ്ക്ക് ശേഷം ഗുരുസിക്കളത്തിൽ ദേവിയുടെ ഉടവാൾ എഴുന്നള്ളിച്ച് താന്ത്രിക വിധിപ്രകാരമുള്ള ഗുരുസി നടക്കുന്നു. ഇത് ദേവിയുടെ ശക്തി ചൈതന്യം പൂർണ്ണമായി നിലനിർത്തുന്നതിനുള്ള ഒരു താന്ത്രിക ക്രിയയാണ്. പണ്ടുകാലത്ത് വസൂരി, കോളറ തുടങ്ങിയ മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നും ദിഗ്ബലി എന്ന ചടങ്ങ് നടത്തിയിരുന്നു. ക്ഷേത്രത്തിന് 8 കിലോമീറ്റർ ചുറ്റളവിൽ 4 ദിക്കുകളിലായി പൂജയും കുരുതിയും നടത്തി ദേവി രോഗങ്ങളെ തുരത്തിയിരുന്നു എന്നാണ് വിശ്വാസം. ഇന്നത്തെ ഉത്സവ നാളുകളിൽ ദേവിയുടെ പുറത്തെഴുന്നള്ളത്തായി ആചരിച്ചു വരുന്നു. തങ്കരഥത്തിൽ പഞ്ചവാദ്യങ്ങളുടെയും നെയ്യാണ്ടി മേളങ്ങളുടെയും അകമ്പടിയോടെ ദേവി നാടു ചുറ്റിക്കാണാനിറങ്ങുമ്പോൾ ഭക്തർ നിർവൃതിയടയുന്നു. ആധുനിക യുഗത്തിലും കരിക്കകം ക്ഷേത്രത്തിന്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. മനസമാധാനം തേടിയും ജീവിതത്തിലെ തീരാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയും ദിനംപ്രതി ആയിരങ്ങൾ ഇവിടെ എത്തുന്നു. ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഭക്തർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. പാർവതി പുത്തനാറിന്റെ തീരത്തെ ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിൽ ക്ഷേത്രത്തിന് വലിയ പങ്കുണ്ട്. ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള കാവുകളും മരങ്ങളും പ്രദേശത്തെ താപനില കുറയ്ക്കാനും ആത്മീയമായ ശുദ്ധി നൽകാനും സഹായിക്കുന്നു. ക്ഷേത്ര ഭരണസമിതി ആധുനികമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും പുരാതനമായ തനിമ നശിപ്പിക്കാതെ നോക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ ദർശന സമയവും യാത്രാ സൗകര്യങ്ങളും ഭക്തജനങ്ങൾക്ക് ഏറെ സൗകര്യപ്രദമായ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഭക്തർക്ക് നിർമ്മലമായ മനസ്സോടെ അമ്മയെ തൊഴുതു വണങ്ങുന്നതിനായി ക്ഷേത്രനട രാവിലെ 5 മണിക്ക് തുറന്ന് ഉച്ചയ്ക്ക് 11:45 അടയ്ക്കുന്നു. തുടർന്ന് വൈകുന്നേരം 4:30 മുതൽ രാത്രി 8 മണി വരെയും ദർശനത്തിന് സൗകര്യമുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും സവിശേഷമായ നടതുറപ്പ് നേർച്ച നടത്തുന്നതിനായി പ്രത്യേക സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. രാവിലെ 7:15 മുതൽ 11 മണി വരെയും വൈകുന്നേരം 4:45 മുതൽ 6 മണി വരെയുമാണ് ഭക്തർക്ക് വഴിപാടായി നട തുറന്ന് പ്രാർത്ഥിക്കാവുന്നത്. വൈകുന്നേരം 6:30 നടക്കുന്ന ദീപാരാധന സമയത്ത് എല്ലാ നടകളും ഒരുമിച്ച് തുറക്കുമ്പോൾ ഭക്തർക്ക് ദേവിയുടെ 3 ഭാവങ്ങളും ഒരേ സമയം ദർശിക്കാവുന്നതാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കരിക്കകം ക്ഷേത്രത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ദേശീയപാത വഴി വരുന്നവർക്ക് കഴക്കൂട്ടത്തു നിന്നും വേൾഡ് മാർക്കറ്റ് ജംഗ്ഷനിലെത്തി വാഴവിള വഴിയോ ക്ഷേത്രത്തിന്റെ പുതിയ റോഡ് വഴിയോ ക്ഷേത്ര സന്നിധിയിലെത്താം. MC റോഡ് വഴി എത്തുന്നവർ കേശവദാസപുരത്തു നിന്ന് പാളയം, പേട്ട, ചാക്ക ബൈപ്പാസ് വഴി ക്ഷേത്രത്തിലേക്ക് വരാവുന്നതാണ്. നെയ്യാറ്റിൻകര ഭാഗത്തു നിന്നും വരുന്ന തെക്കൻ കേരളത്തിലെ ഭക്തർക്ക് കിഴക്കേക്കോട്ടയിൽ നിന്നും ഈഞ്ചക്കൽ ജംഗ്ഷൻ വഴി ബൈപ്പാസ് റോഡിലൂടെയോ ചാക്ക ആറ്റുവരമ്പ് റോഡിലൂടെയോ ക്ഷേത്രത്തിൽ പ്രവേശിക്കാം. ഉത്സവ ദിനങ്ങളിലും പൊങ്കാല ദിവസങ്ങളിലും KSRTC പ്രത്യേക സർവീസുകൾ നടത്തുന്നതിനു പുറമെ കിഴക്കേക്കോട്ട ഡിപ്പോയിൽ നിന്നും ക്ഷേത്രനടയിലേക്ക് നിരന്തരമായി ബസ് സൗകര്യങ്ങളും ലഭ്യമാണ്. കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം വിശ്വാസത്തിന്റെ, സത്യത്തിന്റെ, സാന്ത്വനത്തിന്റെ ഒരു മഹാപ്രവാഹമാണ്. ജീവിതത്തിൽ നീതി നിഷേധിക്കപ്പെട്ടവർക്ക്, സത്യം തെളിയിക്കാൻ കഴിയാതെ ഉഴലുന്നവർക്ക്, രോഗദുരിതങ്ങളിൽ പെട്ടുഴലുന്നവർക്ക് അമ്മയെന്ന മന്ത്രം ആശ്വാസമേകുന്നു. രക്തചാമുണ്ഡിയുടെ മുന്നിൽ സത്യം ചെയ്യുന്നവന്റെ ഉള്ളിലെ അഗ്നിയും ബാലചാമുണ്ഡിയുടെ മുന്നിൽ തൊട്ടിലുമായി എത്തുന്നവന്റെ പ്രതീക്ഷയും അന്നദാനപ്പന്തലിൽ വിശപ്പടക്കുന്നവന്റെ സംതൃപ്തിയും ഒത്തുചേരുന്ന ഇടം. കാലം മാറിയിട്ടും കരിക്കകത്തമ്മയാണ് സത്യമെന്ന വാക്കിന് ഇന്നും തിരുവനന്തപുരത്തുകാരുടെ മനസ്സിൽ വലിയ വിലയുണ്ട്. ആ വിശ്വാസം തന്നെയാണ് ഈ ക്ഷേത്രത്തെ അനശ്വരമാക്കുന്നത്. സത്യം വാഴുന്ന ഈ മണ്ണിൽ ദേവി തന്റെ ഭക്തരെ കാത്തുരക്ഷിക്കുന്നു എന്ന ഉറച്ച വിശ്വാസം തലമുറകളായി തുടർന്നു പോകുന്നു.